ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും സ്വാഗതം, പ്രണാമങ്ങൾ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സൗന്ദര്യ ലഹരിയിലെ 8ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ്. ആ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകം ശിവ പാർവതിമാർ, ശിവശക്തികള് ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ സമ്മേളിച്ച് പ്രപഞ്ചത്തെ ആകെ നിയന്ത്രിക്കുന്ന രൂപം, സത്യം പറഞ്ഞാൽ പ്രാകാരാന്തരേണ സ്തുതിക്കുന്ന അതിമനോഹരമായ ശ്ലോകമാണത്. ആ ശ്ലോകത്തിന്റെ മാധുര്യം കേട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ കവി വർണ്ണിക്കുന്നത് പരമശിവന്റെ വാമാങ്കത്തെ, വാമാങ്കം എന്ന് പറഞ്ഞാല് സാധാരണയ്ക്ക് വാമഭാഗം എന്നൊക്കെ പറയാറുണ്ട്, പത്നിയെ. അപ്പോ ആ വാമാങ്കത്തെ ആശ്രയിച്ച് ശിവന്റെ മടിയിലിരിക്കുന്ന വാമേശ്വരി രൂപത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത് ആചാര്യ സ്വാമികൾ. നമുക്ക് ഈ ചിത്രം നമ്മള് ശിവക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഭിത്തികളിലൊക്കെ നമുക്ക് ഈ ചിത്രം ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. കുറച്ചുകൂടി താത്വികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറിന്, നമ്മുടെയൊക്കെ തലച്ചോറിന് സഹസ്രദള പത്മത്തിന് ഈ ശ്ലോകത്തിൽ പറയുന്നത് പോലെ സുധാ സിന്ധു എന്ന പേരുണ്ട്, അല്ലെങ്കിൽ അർത്ഥം കൽപ്പിക്കാറുണ്ട്. ഈ യോഗാഭ്യാസ സമയത്ത് തുരീയാവസ്ഥയിൽ, തുര്യം എന്ന് പറഞ്ഞാൽ തന്നെ 4ാമത്തെ എന്നുള്ളതാ അവസ്ഥ, ജാഗ്ര സ്വപ്ന സുഷുപ്തി കഴിഞ്ഞാലുള്ള 4ാമത്തെ അവസ്ഥയാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ആ ധ്യാന സമയത്ത് തുരീയാവസ്ഥയില് ധ്യാനിക്കുവാൻ തക്കവണ്ണമുള്ള ശിവശക്തി സമ്മേളനത്തിന്റെ ഒരു ചിത്രത്തെയാണ് താത്വികമായിട്ട് ഈ ശ്ലോകത്തില് പ്രതിപാദ്യ വിഷയമായിട്ട് ആചാര്യസ്വാമികള് കൊടുത്തിട്ടുള്ളത്. ശ്ലോകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സുധാ സിന്ധോർ മധ്യേ സുര വിടപി വാടീ പരിവൃത്തെ എന്നൊക്കെയാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? സുധാ സിന്ധോർ മധ്യേന. സുധാ സിന്ധു എന്ന് പറഞ്ഞാൽ അമൃതക്കടലാണ്. സാധാരണ കടൽ എങ്ങനെയാണ്? അതിലെ വെള്ളത്തിന് ഉപ്പുരസൊക്കെയാണ് അല്ലേ? പക്ഷെ ഈ അമൃതക്കടൽ എന്നാണ് പറയണതേ. അമൃതം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സിദ്ധൌഷധമാണ്. വാർദ്ധക്യം, മൃത്യു എന്നീ വലിയ ഭയം അകറ്റുന്ന പീയൂഷപാനമാണ് അമൃതം എന്നുള്ള. അങ്ങനെയുള്ള ഒരു സുധാ സിന്ധുവിന്റെ മധ്യത്തിലാണ്, അല്ലെങ്കിൽ അമൃതക്കടലിന് മധ്യത്തില്, ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്താ പറഞ്ഞ? സുരവിടപി വാടീ പരിവൃത എന്ന. സുരവിടപി എന്ന് പറഞ്ഞാല് കൽപ്പ വൃക്ഷം നിറഞ്ഞിട്ടുള്ള പൂങ്കാവനത്താൽ ചുറ്റപ്പെട്ട എന്ന. പിന്നെന്താ പറയണ? മണിദ്വീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ എന്നാണ്. ഇവിടെ മണിദ്വീപ് എന്ന് പറഞ്ഞ രത്നദീപം എന്ന് പറയാം. കദംബ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉപവനത്തില് മണിദ്വീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ എന്നാണ്. ചിന്താമണി ഗൃഹത്തില് കദംബ വൃക്ഷങ്ങള് നിറഞ്ഞു നിൽക്കുന്ന, നീപ വൃക്ഷം എന്ന് പറഞ്ഞാൽ കദംബ വൃക്ഷത്തെയാണ് പറയുക.
അപ്പോ കദംബ വൃക്ഷങ്ങള് നിറഞ്ഞു നിൽക്കുന്ന ഉപവനത്തില് ചിന്താമണി ഗൃഹത്തില്, ചിന്താമണി കാമധേനു കൽപ്പവൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്ക് എന്തും നൽകുന്ന, അവരെന്താണോ ആഗ്രഹിച്ചത് അത് കൊടുക്കുന്ന ഇതാണ്. അപ്പൊ ഇവിടെ ചിന്താമണി എന്ന് പറയുന്നത് ഒരു വിശിഷ്ട രത്നമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് അവർ എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അത് കൊടുക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ആ വിശിഷ്ട രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഗൃഹത്തിലാണ് ആ ഭഗവതി ഇരിക്കുന്നത്. ഭഗവതിയുടെ ഗൃഹം എന്ന് പറയുന്നത് ചിന്താമണി കൊണ്ട് ഉണ്ടാക്കിയ ഗൃഹത്തിലാണ്. ഇനിയോ അവിടെ എങ്ങനെയാണ്? ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്ക നിലയാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിവസ്വരൂപമായ മഞ്ചത്തില്, മഞ്ചന്ന് ഇരിപ്പിടം എന്നുള്ള അർത്ഥം. ശിവസ്വരൂപമായ മഞ്ചത്തില് എങ്ങനെയാണ്? പരമശിവനാകുന്ന പര്യങ്കത്തില് എന്ന് പറഞ്ഞാല് മെത്തയില്. ഒന്നുകൂടെ പറയാം. ശിവാകാരേ മഞ്ചേ, ശിവസ്വരൂപമായിരിക്കുന്ന ആ മഞ്ചത്തില്, പിന്നെന്താ? പരമ ശിവ പര്യങ്ക നിലയാം നമ. പര്യങ്കം എന്ന് പറഞ്ഞാല് ഇവിടെ മെത്ത എന്നുള്ള അർത്ഥമാണ്. പരമശിവനാകുന്ന മെത്തയില്. ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് കാണേണ്ടതാണ് മനസ്സില്. ഭജന്തിത്വാം ധന്യാഹ കതിജന ചിദാനന്ദലഹരീം. അപ്പൊ അവിടെ ചിദാനന്ദലഹരിയായി ആ ദേവി വിരാജിക്കുന്നു. ആ ദേവിയെ ഭജിക്കുവാൻ ഏതാനും ഭാഗ്യശാലികളായിട്ടുള്ളവർക്കേ സാധിക്കുന്നു എന്നാണ്. കതിജന ചിദാനന്ദ ലഹരി, ഏതാനും ഭാഗ്യശാലികളായവർ ആ ദേവിയെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മള് ആദ്യത്തെ സൗന്ദര്യ ലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി എന്ന് കഴിഞ്ഞ അടുത്ത വരി പറയുന്നത് അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോതും വ കഥമകൃത പുണ്യപ്രഭവതി എന്ന. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മറ്റെല്ലാ ദേവന്മാരും അവർക്കൊക്കെ ആരാധ്യയായിരിക്കുന്ന ആ പരാശക്തിയെ പ്രണമിക്കുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അകൃത പുണ്യന് സാധ്യമല്ല എന്നാ പറയുന്നത്. അപ്പോ ദേവിയെ, ഈശ്വരിയെ, ആ പ്രപഞ്ച ശക്തിയെ ആരാധിക്കുവാൻ, പ്രണമിക്കുവാൻ, സ്തുതിക്കുവാൻ തീർച്ചയായിട്ടും എന്ത് വേണം? ഭാഗ്യം വേണം. അകൃത പുണ്യന്, പുണ്യം ചെയ്യാത്തവന് സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭജന്തിത്വാം ധന്യാഹ കതിജന ചിദാനന്ദ ലഹരിയും. ചിദാനന്ദ ലഹരിയായി ദേവി അവിടെ വിരാജിക്കുകയാണ്. അങ്ങനെയുള്ള ദേവിയെ ഏതാനും ഭാഗ്യശാലികളായിട്ടുള്ള ഭക്തര് ഭജിക്കുന്നു എന്നാണ് ശ്ലോകത്തില് ആചാര്യസ്വാമികള് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകത്തെയും അതുപോലെ തന്നെ അതിൻ്റെ മലയാള പരിഭാഷയെയും നമുക്കൊന്ന് കേൾക്കാം. സുധാ സിന്ധോർമധ്യേ സുരവിടപി വാടി പരിവൃതേ മണിദീപേ നീപോപവനവതി ചിന്താമണി ഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദ ലഹരിം. മലയാള പരിഭാഷ എന്ന് കേട്ട് നോക്കൂ. ആ പീയൂഷാർണവത്തിൻ നടുവിലമരദാരുക്കൾ ചൂഴുന്ന രത്നദീപത്തിൽ പൂം കടമ്പിന്നിടയിലരിയ ചിന്താശ്മവേശ്മോദരത്തിൽ.
ശോഭിക്കും ശൈവമഞ്ജോപരി പരമശിവൻ തന്റെ പര്യങ്കമേലും ദീപാനന്ദോർമിയാകും ഭവതിയെ നിയതം കുമ്പിടും പുണ്യവാന്മാർ. ഈ ശ്ലോകം ശ്രവിച്ച വ്യാഖ്യാനം ശ്രദ്ധിച്ച് കേട്ട നിങ്ങളെ ആ പരാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.